സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ശരിടാ. ഓ വിളിക്കുന്ന ഫോൺ വൈഫാണല്ലോ ആവശ്യത്തിന് ഇവിടെ എടുക്കില്ല. ഹലോ ഹലോ. എടാ ഒന്ന് ഈ റൈറ്റിലെ റൂമിലോട്ട് വന്നേ. ആടെ വരുവോ? ഇപ്പൊ വരാം ഏട്ടാ. ചോദിച്ചിട്ട് കേട്ടോ എന്താന്ന്. വീട്ടിലിരുന്ന് അങ്ങോട്ടേക്ക് ഫോണി നമ്മളെ വിളി. എടാ ഒരു സ്വിച്ച് പോലും വർക്ക് ചെയ്യുന്നില്ല, ഒരു ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, ഫാൻ കറങ്ങുന്നില്ല, ടാപ്പില് വെള്ളമില്ല. ഇട്ട് നോക്കിയോ? ആ ഇതിട്ട് നോക്ക്. മറ്റേ ലൈറ്റിന്റെ അവിടെ കത്തുന്നുണ്ടല്ലോ. പിന്നെന്തോ ദൈവം, ഇവിടെ സ്വിച്ച് ഇട്ട് അവിടെ ലൈറ്റ് എത്തുന്നോ? ആ ഇത് മറ്റേ ഇതാ. അപ്പൊ ഫാൻ കറക്കാൻ എന്തോ ചെയ്യും? അവിടെ പോയി ഞെക്കിയ പോരെ. ശരിയാന്നല്ലോ. എടാ രാവിലെ ഞാൻ ഇന്ന് മോട്ടർ ഇട്ടതാ, എന്നിട്ട് ഇപ്പൊ ടാപ്പിൽ വെള്ളം വരുന്നില്ല. സ്വിച്ച് ഇട്ട് നോക്കിയോ? അല്ല ടാപ്പ് അടിയിലൊരു സാധനം ഉണ്ട് ഓൺ ആക്കുന്നത്. അതൊക്കെ ഞാൻ നോക്കിയതാ. ചേട്ടാ ഇതെന്തോ ഇത് ശരിയാണല്ലോ. വർക്ക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ട്. അവൻ അങ്ങനെ വിളിച്ചു നോക്കാം അല്ലേ? ആര്? ഓണറിനെ. ഓണറിനെ വിളിക്കുന്നത് നീ ആ ബ്രോക്കർ അടുത്ത് പോയി പറഞ്ഞേ. രണ്ടും ഒരുത്തം തന്നെ അല്ലയോ? ചൂടെടുത്തിട്ടാണെങ്കിൽ വയ്യ, ഫാനും ഇല്ല. ഇതിപ്പോഴേ അയാൾ ഇവിടെ ഇരിപ്പുണ്ട്, അയാളെ വിളിക്കാം. അയാള് പോയില്ലല്ലേ? വിളിച്ചേ. സത്യേട്ടാ, സത്യേട്ടാ ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരണേ. ആ ഇവിടെ ഇത് കണ്ടോ? ഇത് ഫാനിന്റെ സ്വിച്ചാ. നല്ല ഈ സ്വിച്ച് കണ്ടോ? അത് നല്ല. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. കണ്ടോ ലൈറ്റ് വീഴുന്നില്ല. അതുണ്ട് പക്ഷെ ഇതുണ്ടോ ഫാനില്ല. ഇത് കിടുമ്പത് അവിടെ കത്തുന്നുണ്ടോ? പക്ഷെ അവിടെ കത്തുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം. അതെ ചില ചെറിയ ചെറിയ ഇഷ്യൂസ് അല്ലേ ചേട്ടാ. അതുപോലെ വെള്ളത്തിനും പ്രശ്നമുണ്ട് ഈ ബാത്റൂമില്. വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. എന്തോ രാവിലെ തൊട്ട് വരുന്നില്ലല്ലേ? ടാങ്കില് വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ? അടിച്ചതാ മോട്ടർ. അല്ല രാവിലെ മോട്ടർ ഇട്ടതാ ആണല്ലേ? എന്നിട്ട് വെള്ളം ടാങ്കിൽ വീണിട്ടില്ല. അപ്പൊ മോട്ടറിന്റെ സ്വിച്ച് കണ്ടുപിടിക്കണം ഫസ്റ്റ്. നിങ്ങൾ ഇവിടുത്തെ സ്വിച്ചുകളുമായിട്ട് പൊരുത്തപ്പെടാനുണ്ട് നിങ്ങള്. അല്ലാതെ ഇത് നമ്മുടെ വീടിന്റെ പ്രശ്നമല്ല. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. കുറച്ചാണ് വെറുതെ. ചേട്ടാ ഞാൻ ടാപ്പിന്റെ സ്വിച്ചും അടിയിലുള്ള വോളും എല്ലാം ഞാൻ നോക്കിയതാ. ഇതിപ്പോ നിങ്ങൾ പുതിയതായിട്ട് ഒരു വീട് എടുക്കുമ്പോഴത്തേക്ക് വീട് പണിയുവാണെങ്കിൽ തന്നെ കുറെ സ്വിച്ചുകൾ കൺഫ്യൂഷൻ വരാറില്ലേ? അതുണ്ട്. എന്നാലും എന്താ ഇത് പക്ഷെ പടവും കൊടുത്തിട്ടുണ്ട്. പടം കൊടുത്തിട്ടുണ്ടല്ലേ? ആരെ പടം കൊടുത്ത് ഇങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ എന്താണെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിടാം. നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. നമുക്ക് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇത്രയും പെട്ടെന്ന് അല്ല നമുക്ക് വീടിന്റെ കാര്യത്തിൽ വേറെ വീട് നോക്കാം. വീട് സെറ്റാ. അത് മതി. നല്ല വീട്. കണ്ടായിരുന്ന പ്രശ്നങ്ങള് എന്തോന്ന് പ്രശ്നങ്ങള് എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ. 1000 ലിറ്റർ ടാങ്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അത് വെള്ളം കാണത്തില്ല. പിന്നെ ആണോ? ഉപയോഗിക്കുന്നേ ഇല്ല. ഈ മുറിയില് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് ആ മുറിയിലാ ലൈറ്റ് കത്തുന്നത്. മനസ്സിലായോ? ടെക്നിക്കൽ ഇഷ്യൂ. ഇവിടെ ലൈറ്റ് ഇട്ട് അപ്പുറത്ത് കത്തും. പലപ്പോഴും ഇവിടെ കറണ്ടും ഇല്ല. അപ്പൊ നിങ്ങൾ ഇതൊരു സ്വിച്ച് എവിടെയാണെന്നുള്ളത് പഠിച്ചിട്ടില്ല? പഠിച്ചല്ല. ഈ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കി. ഇവിടുത്തെ ലൈറ്റ് കത്തത്തില്ല. ഇവിടെ കറണ്ട് ഉണ്ട്, അകത്തുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഈ ടാങ്കിന്റെ കേസ് വല്ല ചെറിയ ഓട്ടോ വല്ലതും വീണായിരിക്കും. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നിലവില്. ഒരു പ്ലംബറെയും ഒരു ഇലക്ട്രീഷ്യനെയും ഞാൻ സംഘടിപ്പിച്ചു തരാം. ക്യാഷ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങള് താമസിച്ചിട്ട് ഒരു ദിവസം ആയില്ല ഇതുവരെ. എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. സംഭവം ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ എഗ്രിമെന്റില് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, എന്തു എഴുതിയിരിക്കുന്നത്? സാധാരണ ഉള്ള കൃത്യമായ വാടക തരണം, വർഷത്തിൽ കൂട്ടി തരണം. അത് മാത്രമല്ലേ സാധാരണ. ഒരു വർഷത്തേക്ക് 15 മാസത്തെ എഴുതിയിട്ടുള്ളൂ നിലവില്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മള് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ പേജ് ഓക്കെ, ഇത് വായിച്ച് നോക്കി കാണും. ഇതില് നോക്കിക്കേ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ ശ്രദ്ധിക്കുക. ഹൗസ് ഓണറിനോട്
ഒരു പരാതികളും അനാവശ്യമായി ഉന്നയിക്കാൻ പാടില്ല. പിന്നെ ആരോടാ പറയുന്നത്? അനാവശ്യമായിട്ടുള്ള പരാതികൾ. ഇതോ കറണ്ട് ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത? കറണ്ട് ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത ഇവിടം വരെ കറണ്ട് വരുന്നുണ്ട്, വെള്ളവും ഉണ്ട്. ഇവിടുത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ്. പിന്നെ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ആ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് രണ്ടാമത് എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കി. ഹൗസ് ഓണറിനോട്. അത് ആദ്യത്തേത്. രണ്ടാമത്തത് വരുമ്പോ ഇവിടത്തെ ഉള്ള മെയിൻ്റനൻസ് കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഹൗസ് ഓണറിനെ ഏൽപ്പിക്കരുത്, നിങ്ങൾ തനിയെ ചെയ്യണം ആളുകളെ വിളിച്ച്. കണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു മുറി ഒരു റൂമിന്റെ കേസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് നിങ്ങൾ തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് കരാറിൻ്റെ അകത്തുണ്ട്. ഇതൊന്ന് ഏൽപ്പിച്ചിട്ട് പോകും ഒരു ദിവസത്തേക്ക്. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാനായിരുന്നു ഇനിയുള്ള പ്രശ്നങ്ങളെ. ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇതിന്റെ കോപ്പി എടുത്ത് തരാം കേട്ടോ. നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടത് എന്തെങ്കിലും കൂടെ ഒരു ഉത്തരവാദിത്തമായി പോയില്ലേ? ഇനി എന്തേലും ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്ന ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് പറയാവോ? ഞാൻ ആരെയും, കാരണം കക്കൂസിൽ കയറിയിട്ട് ഫ്ലഷ് ചെയ്യാൻ നോക്കിയപ്പോ വെള്ളമില്ല, അതുകൊണ്ടാണ്. ഇതൊക്കെ ഇവിടെ ആരുടെങ്കിലും പറയാവോ? അതൊന്നും ആരോട് പറയരുത് കേട്ടോ. പിന്നെ ടാങ്കിന് ഹോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇലക്ട്രീഷ്യനെയോ അല്ലെങ്കിൽ ഒരു പ്ലംബറെയും കൂടി ഇങ്ങനെ വിടുന്നു. താങ്കൾ അതിന്റെ കാശ് കൊടുത്താൽ മതി, ഞാൻ ആൾക്കാരൊക്കെ ഏർപ്പാട് ചെയ്ത് തരാം, ഒരു വിഷയമില്ലെന്ന്. നിങ്ങൾ എന്തിനു പേടിക്കുന്നു? എന്നെ ഒരു സഹോദരനെ പോലെ കാണാം. ഒരു സഹോദരൻ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീടിന് വേണ്ടി ചെയ്തിരിക്കും, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്തിരിക്കും. ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞത്? സത്യശീലൻ. സത്യശീലൻ. എന്താ? നന്ദിയുണ്ടേ. കാണാം. ആയിക്കോട്ടെ, എല്ലാരും പെട്ടെന്ന് അയക്കണേ ഒന്ന്. അയക്കാം. എനിക്ക് എന്നിട്ടാണ് ഫ്ലഷ് ചെയ്യാനതൊന്ന്. ഇതുവരെ ചെയ്ത് അയ്യോ, ആകെ വർഷം തന്നെ ഇത്. എന്ത് ചെയ്യുമെന്ന് വിളിക്കാം, എപ്പോ വിളിക്കാം. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്ത് ചെയ്യാനാ? എടാ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല, ടാപ്പിൽ വെള്ളവും ഇല്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അതെനിക്ക് ഒരു അബദ്ധം കൂടെ പറ്റി. ഓ, നീ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അബദ്ധം എനിക്കറിയാം. ഇപ്പൊ എന്തുവാ? അയാൾ എഗ്രിമെന്റ് കൊണ്ടുവന്നില്ലേ, അത് ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ വായിച്ചു നോക്കില്ലായിരുന്നു. ഒപ്പിട്ട ഉടനെ അയാൾ വലിച്ചെടുത്തോ അങ്ങ് കൊണ്ടുപോവാ ചെയ്തത്. എഗ്രിമെന്റ് കൊണ്ടുവന്നു, അതിന് 3 ഷീറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒപ്പിട്ട് കൊടുക്കല്ലേ ചെയ്യുന്നേ. പിന്നെ അയാൾ നല്ലൊരു മനുഷ്യനെ പോലെ സംസാരിച്ച് ഇയാളിപ്പോ കൊണ്ടുവന്ന് ഞാൻ അയാളെ വിളിച്ച് വന്ന് കാണിച്ചപ്പോ എന്ത് പറഞ്ഞറിയോ? ഇവിടുത്തെ എഗ്രിമെന്റിൽ മുതലാളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് താമസിക്കുന്ന വാടക കൊടുക്കുന്നവർ വേണോ പരിഹരിക്കാൻ. വേണമെങ്കിൽ ആളിനെ വിളിച്ച് കോണ്ടാക്ട് തരും, നമ്മൾ ആ കംപ്ലൈന്റുകൾ പരിഹരിക്കണം, പൈസ ഒന്നും തരത്തില്ല. ഇനി കംപ്ലൈന്റ് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ബാത്റൂമിൽ വെള്ളം എത്തത്തുള്ളൂ. ഒരു അഗ്രിമെന്റ് വായിച്ച് നോക്കി സൈൻ ചെയ്യണ്ടെങ്കിലേ. മാഡം ഇവിടെ ആയിരുന്നു എഗ്രിമെന്റ്? ഞാനാണോ ചെയ്യേണ്ടത്? അങ്ങനെ എനിക്ക് മാത്രമേ വായിക്കാൻ അറിയത്തുള്ളൂ. എന്തൊരു കഷ്ടം. അയാൾ ഞാൻ എഴുതി ഒപ്പിട്ട ഉടനെ അയാൾ വലിച്ചെടുത്തോണ്ട് പോവാ. മനുഷ്യനെ വിശ്വസിച്ചു പോയി. എന്ത് ചെയ്യാനാ? നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നപ്പോ തുടങ്ങി എന്റെ കഷ്ടകാലം. ഇത് നീ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഇവിടെ ഇറങ്ങിപ്പോ. ഞാനിനി എവിടുന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ? പാലുകാച്ച് കഴിഞ്ഞപ്പോ മുതലേ എന്തോ അതിലൊക്കെ അടയുന്നു. ഞങ്ങള് വന്നപ്പോ മുതൽ ചേട്ടനെ വിളിച്ച് നല്ലൊന്ന് സൽക്കരിക്കും. അല്ല, ഞാനും അത് ആലോചിക്കുന്ന കാര്യം എന്നറിയോ, എന്ത് പരിപാടിയാണെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ പരിപാടികൾ ഇതേലത്തൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഞാൻ നമ്മള് ചോദിക്കുന്നത് ശരിയല്ല. നമ്മളടിക്കും വെച്ച് ഇച്ചിരി മര്യാദക്കൊക്കെ ഉള്ളൂ. അല്ല, ഞാനും മര്യാദക്കാരനാണ്. എല്ലാം കഴിക്കുമല്ലോ, ബ്രാൻഡ് അങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പൊ എല്ലാം ബ്രാൻഡും ഉണ്ട്, എല്ലാം കഴിക്കുമല്ലേ? എല്ലാം കഴിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് മേടിച്ചു പോവാം. എനിക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. കോളുണ്ടേ. സുധീ പറ. എടാ എത്ര നേരമായടാ നീയൊക്കെ ഒരുത്തന്റെ കൈയും കാലും വെട്ടാൻ പോയിട്ട്? എടാ മറ്റേ കൊട്ടേഷൻ തന്നവൻ എന്റെ കിടന്ന് വിളിക്കാം. നീ ആ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കി. 15 ലക്ഷം രൂപയുടെ പരിപാടിയത്. അവൻ ഒരു കാരണവശാൽ നടക്കരുത്. അവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും. അപ്പൊ അവന് സ്ട്രെച്ചർ പിടിക്കാൻ പറ്റരുത്. പിന്നെ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാം. പിള്ളേരെ ഒരു കാര്യം ഏൽപ്പിച്ചാലേ അവന്മാരൊക്കെ കാണാ ഗുണാന്ന് പറഞ്ഞൊക്കെ വെട്ടിയാൽ ദൂരെ കളയാളൊക്കെ. ഒരു കൊട്ടേഷൻ അടുത്ത ഇയാള് സാർ ഇപ്പൊ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ. അവന്മാര് ഫോട്ടോ ഇല്ലല്ലോ, ഞാൻ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഇറങ്ങാം. എടാ എവിടെടാ ആ ഓട്ടക്കാരന്റെ കാല് വെട്ടിയില്ലേ നീ? എടാ അവന്റെ കാല് വെട്ടിയിട്ട് ആ 2 കാല് പൊതിഞ്ഞെടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കും. അവനെ കുറെ നേരം വിളിച്ച് അവനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് വൈകിട്ട് നിനക്ക് ഇത് കഴിയുമ്പോഴേ നിന്റെ അക്കൗണ്ടിൽ പൈസ എടുത്തോളൂ, നീ ആലോചിച്ചോണം കേട്ടാ. ശരി. അല്ല, എന്തോ പരിപാടി ജോലി ഫ്രീലാൻസ് വർക്ക് ഉണ്ടേ, കൊട്ടേഷൻ. പിന്നെ 80% ഷെയർ അല്ലയോ? 20 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കൊടുത്തു തന്ന 2 ലക്ഷം രൂപ അവന് കൊടുത്ത് അവൻ കാലും കൈ വെട്ടി മാറ്റിയിട്ട് തരും. ബാക്കി മൊത്തം നമ്മുടെ കയ്യില്ല.
എന്തിനാ ഈ കിടന്ന് വർഷം മൊത്തം കാശ്? എന്തിനാ ഇനി മാത്രം കൈയും കാലും ഒക്കെ? കൈയും കാലൊക്കെ വിട്ടുന്ന ഓരോരുത്തമാരില്ലേ, ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് പിന്നെ അമ്മാരെ പുറകെ നമ്മൾ നടക്കണം. ഒരു എഗ്രിമെന്റ് മാങ്ങാത്തൊലി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറെ അമ്മാര് നടക്കുക. അതുപോലെ നമ്മുടെ ഇവിടുത്തെ എഗ്രിമെന്റ് ഒക്കെ ഭയങ്കര മോശമാണ്. ആണോ? ആകെ മിസ്റ്റേക്കാ. ആണോ? കണ്ട മൃഗങ്ങൾക്ക് എഗ്രിമെന്റുമായിട്ടൊക്കെ ഇങ്ങോട്ട് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടൊന്നുണ്ടല്ലോ. മര്യാദക്ക് അത് മാറ്റി തിരിച്ച് രാവിലെ 10 മണിക്കുള്ള ഇവിടെ വൃത്തിയായിട്ടുള്ള എഗ്രിമെന്റ് കൂടെ വന്നോളാം. അല്ലെ വെട്ടിയാൽ ഞാൻ കടയിൽ താക്കിയാ 10 മണിക്ക് നടക്കൂല. എന്താ 10 മണിക്ക് ഓഫീസ് തുറക്കണ്ട, 10:30 ആവും. 11 മണിക്ക് ഇവിടെ എത്തിക്കോണം. എന്നിട്ട് ഈ സ്വിച്ച് ഇട്ട് അവിടെ കത്തും, അവിടെ ഇട്ട് ഇവിടെ കത്തും. ഞങ്ങൾക്ക് ഓടി കിടന്ന് ഇടാൻ പറ്റത്തില്ല. ഇത് ഇവിടെ ഇട്ടാ ഇവിടെ എനിക്കിത് കത്തിയിരിക്കണം. ഇവിടെ ഫാനിന്റെ സ്വിച്ച് ഇട്ടാ ഇവിടെ ഫാൻ കറങ്ങിയിരിക്കണം. പറ്റുമോ? 11 മണി എനിക്ക് അമ്മാരോട് ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്തു തരും. നിന്റെ കയ്യോ കാലോ. പിന്നെ ഈ തേച്ചോ മടക്കിയിട്ടൊക്കെ നിന്റെ ഷർട്ട് ഉണ്ടല്ലോ, ഈ ഗോൾഡൻ പേനെ, ഇത് നിനക്ക് കുത്തിക്കൊണ്ട് നടക്കാൻ, ഇങ്ങനെ പറ്റുകൊണ്ട് നടക്കാനും പിന്നെ ശരീരം കാണത്തില്ല കേട്ടോ. അല്ല നമുക്ക് മറ്റേ ഇല്ലേ? അല്ല ശരി, ഓക്കെ. അപ്പൊ 10:30 അവന്റെ ഊപ്പിൽ ഇടപാടോട്ട് വന്നിരിക്കുന്നു.